രാജഹംസമേ മഴവിൽ കൊടിയിൽ സ്നേഹദൂതുമായി മരമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എന്നെ സ്നേഹഗായകൻ ഓ രാജഹംസമേ. ഹായ് മക്കളെ, അമ്മയുടെ വീട്ടിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പം അമ്മ രാവിലെ ചായ കുടിക്കുകയാണ്. കേട്ടാ ചായ ഇട്ട് എല്ലാ മക്കളും രാവിലെ ചായയൊക്കെ കുടിച്ചോ? അമ്മ ചായ ഇട്ട് കൊണ്ടൊന്ന് കുടിക്കാൻ പോവുകയാണ്. അപ്പം അമ്മ ചായ കുടിക്കട്ടെ. അപ്പോഴേ അമ്മ താണ്ടെ അമ്മയ്ക്ക് ഇഡലി കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇഡലിയും സാമ്പാറും. അപ്പം നല്ല പഞ്ഞി വെള്ളത്തിടലി കണ്ട, നല്ല പഞ്ഞി വെള്ളത്തിടലി. അപ്പം അമ്മ ഇഡലി ഒരു 3 ഇഡലി, നമുക്ക് സാമ്പാർ അമ്മയുടെ അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. സാമ്പാറും ഇഡലി കഴിക്കട്ടെ. ഇഡലി എടുത്ത് സാമ്പാർ നോക്കി അടിപൊളി. എല്ലാവരും മക്കളും രാവിലെ ആഹാരം കഴിച്ചോ? അപ്പം അമ്മ കഴിക്കട്ടെ. അപ്പോഴേ അമ്മയ്ക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇതേ അമ്മയുടെ വീട്ടിൽ പിടിച്ചതാ. നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ഞെങ്ങുന്നേ. അമ്മയുടെ വീട്ടിൽ പിടിച്ചതാ. അപ്പം അമ്മയ്ക്ക് കൊടുത്തു വിട്ടതാണ്. അപ്പം അമ്മ മുറിക്കട്ടെ. അത് മുറിച്ച് നോക്കാം. നല്ല പിങ്ക് കളറാണ്. നമുക്ക് മുറിക്കാം. കണ്ട നല്ല പിങ്ക് കളർ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണെടുത്ത് നോക്കാം, കഴിച്ച് നോക്കാം. കണ്ട വീട്ടിൽ പിടിച്ചാണെങ്കിൽ നല്ല സൂപ്പർ കളർ, തൊടുന്ന പോലെ ആ കളറാകുന്നു. കഴിച്ചു നോക്കേ. അടിപൊളി, സൂപ്പർ മധുരം. അല്ല നല്ല പിങ്ക് കളർ, നല്ല പിങ്ക് കളർ, നല്ല മധുരമുണ്ട്. നമുക്ക് വേണം ഡ്രാഗൺ ഫ്രൂട്ട്, വന്നാൽ തരാം. മക്കളെ, അമ്മതാ ഉച്ചലത്തേക്കുള്ളത് ഉണ്ടാക്കുവാണ്. അമ്മതാ നെച്ചോറ് വെച്ച് വെച്ചിട്ടുണ്ട്. വേണ്ട, നെച്ചോറ് വെച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല സൂപ്പർ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കാന്താരി ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടി അമ്മ ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് അമ്മ അരച്ച് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പില, കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ പട്ട, ഗ്രാമ്പു, ഉപ്പ്, ഇത്രയാണ് അമ്മ അരച്ച് വെച്ചേക്കുക മസാല. അപ്പോൾ ഇതിനകത്ത് അമ്മ മുളക് പൊടിയൊന്നും ഇടുന്നില്ല. ഈ കാന്താരി ചിക്കനകത്ത് ഇത് മാത്രം ഇടുന്നോളേ. അപ്പം ഇന്ന് ഫ്രൈ അല്ല ഉണ്ടാക്കുന്നത്, കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് അതിലോട്ട് നമുക്ക് 2 കഷ്ണം, 1 കഷ്ണം പട്ട, 1 ഗ്രാമ്പു, 1 ഏലക്ക, ഇത്ര ഇട്ട്. ഇനി നമുക്ക് കുറച്ച് പെരുംജീരകം, മുഴുവനുള്ള പെരുംജീരകം കുറച്ചിടാം. ഉണ്ട്, കുറച്ച് പെരുംജീരകം. അമ്മ അതെല്ലാം അരച്ച് ചേർത്തിട്ടുണ്ട്. ഇതൊരു സ്വല്പം കറിക്ക് വേണ്ടി. എന്നിട്ട് നമുക്ക് അത് പൊട്ടി വരുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആ കൊച്ചുള്ളി, 2 സവാള, കുറച്ച് കൊച്ചുള്ളി കഴുകി അരിഞ്ഞമ്മ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇതിനകത്തോട്ട് ചേർത്തിട്ട് നമുക്കിത് നല്ലോണം വഴറ്റി എടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് മസാല ചിക്കനകത്ത് അരപ്പിടട്ടെ. ഇത് കണ്ട, ഇതവിടെ കിടന്ന് വരട്ടിടട്ടെ. നമുക്ക് സ്വല്പം ഉപ്പിടാം. അങ്ങനെ കുറച്ച് ഇട്ട് അത് ചിക്കനകത്ത് ഇട്ട് ചേർത്തിട്ടുണ്ട്. നമുക്ക് സവാള ഒന്ന് എടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സവാള ഒന്ന് മൂക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ആ ചിക്കൻ്റെ അമ്മ അരപ്പെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനില്ലേ, നമുക്കത് ചിക്കൻ്റെ കുറച്ച് വെള്ളമുണ്ട്, അത് നമുക്ക് കളഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കനകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ്
അതായത് നമ്മളെ കറിവേപ്പില തോനെ എടുക്കുന്നുണ്ട്. തോനയും കറിവേപ്പില, കാന്താരി, നമ്മളെ ഗ്രാമ്പു, പട്ട, ഏലക്ക, പിന്നെ ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി. വെളുത്തുള്ളിയൊക്കെ വെച്ച് തോനെയുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത മസാലക്കൂട്ട് അമ്മ ഇടുക. കണ്ടോ, ഇതതിന് സ്പെഷ്യലായിട്ട് പച്ചമുളകും കിട്ടുന്നത്. നമുക്കിത് കൈവച്ച് നല്ലോണം അങ്ങോട്ട് ഞെവിടി ചേർത്ത് ചിക്കനകത്തങ്ങ് പിടിപ്പിക്കാം. ഇത് നല്ല എരിയുണ്ട് കേട്ടോ. നല്ല സൂപ്പർ കാന്താരിയാണ്, നല്ല എരിയാണ്. ഉപ്പും എല്ലാം ഇട്ടിട്ടുണ്ട്. നല്ലോണം തേച്ച് പിടിപ്പിക്കണം. നമുക്ക് ചിക്കനകത്ത് നല്ല പിടിക്കണം. ഈ ചിക്കനകത്ത് ഈ അരപ്പ് നല്ലോണം പിടിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് സവാള വേണ്ടേ, ചിക്കൻ്റെ അമ്മാണ്ട അരപ്പൊക്കെ നല്ല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചിക്കൻ്റെ അരപ്പ് ചിക്കൻ ഒടിക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് സവാള വഴറ്റിയെടുക്കാം. സവാള വേണ്ട, സവാള ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഈ സവാള കൊച്ചുള്ളിയും കൂടെ മൂത്തിട്ടുണ്ട്, ചെറുതായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ ചിക്കൻ ഇടാം. ചിക്കൻ ഇതിനകത്തോട്ട് ഇടാം. കണ്ടോ, ചിക്കനകത്തോട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യണം. ഈ ഉള്ളിയും ഈ കാന്താരി ഒക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാല ഒന്നും ഇടത്തില്ല. അതിനകത്തോട്ട് നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്ത് വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ, വെള്ളം ഒഴിക്കുന്നില്ല. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ കൂടി തന്നെ വെന്തോണ്ടിരിക്കുകയാണ്. ഇനി അത് ചെറിയ തീയിലിടാ. നല്ല സെറ്റായിട്ടുണ്ട്. ഇനി അത് ചെറിയ തീയിലിരുന്ന് നമുക്കിത് വയറ്റിയെടുക്കാം. അപ്പം അത് ചെറിയ തീയിലിട്ട് വേണ്ട. അമ്മ രണ്ട് കഷ്ണം അമ്മ ഇടുന്നതാണ് ഫ്രൈക്കും വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വയറ്റി വന്നതിന് ശേഷം അമ്മ കാണിക്കാം. അപ്പോഴേ മക്കളെ എല്ലാവരും ചോറൊക്കെ കഴിച്ചോ? അപ്പോൾ അമ്മ ചോറ് കഴിക്കാൻ വേണ്ടി അമ്മ കണ്ട് നെച്ചോറാണ് വെച്ചത് കേട്ടോ. അപ്പോൾ നെച്ചോറ് നമുക്ക് ഒരു പാത്രത്തിലോട്ട് വിളമ്പാം. കണ്ടോ, നെച്ചോറ് വിളമ്പി. ഇത് നമ്മുടെ കാന്താരി ഇട്ടിടാൻ സെറ്റായിട്ട് വഴറ്റി. കണ്ടോ, അടിപൊളിയായിട്ട് വഴറ്റിയെടുത്ത് സൂപ്പർ ചിക്കൻ കറി. നമുക്കിത് വിളമ്പാം. ചിക്കൻ കറി അങ്ങോട്ട് ഒരറ്റത്തോട്ട് വിളമ്പി. കണ്ടോ, ഇത് നമുക്കിത് ഫ്രൈ ഉണ്ട്. ചിക്കൻ ഫ്രൈ ഉണ്ട്. ചിക്കൻ ഫ്രൈ അമ്മ ഇപ്പോൾ എടുക്കുന്നില്ല. ഒരു കഷ്ണം എടുക്കാമല്ലേ, ഒരു കഷ്ണം എടുക്കാം. അവിടെ ഇരിക്കട്ടെ, ഒരു കഷ്ണം എടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കനും ഈ നെച്ചോറും ഈ ചിക്കൻ കറിയും കഴിക്കാം. കാരണം ചൂടുണ്ട് നല്ലേ. എല്ലാവരും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചോ? ഭയങ്കര ചൂട്. ചിക്കൻ ഇട്ടങ്ങോട്ട് ഭയങ്കര ചൂട്. നല്ല ടേസ്റ്റായി സംഭവം കേട്ടോ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. മസാലകളോ ചിക്കൻ മസാലയോ മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല. സൂപ്പർ ടേസ്റ്റാ. എന്താ അടിപൊളി. മസ്റ്റായിട്ട് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം. സൂപ്പർ ടേസ്റ്റ്. അപ്പം എല്ലാവരും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചോ? അപ്പം ടേസ്റ്റിയായ നെച്ചോറ് അപ്പം കഴിക്കട്ടെ. അപ്പോഴേ മക്കളെ എല്ലാവരും 4 മണിക്ക് ചായയൊക്കെ കുടിച്ചോ? അമ്മ ചായ കുടിക്കാൻ പോവുകയാണ്. ചായ അല്ലെങ്കിൽ കട്ടൻ ചായയാണ്. അപ്പം അമ്മ വന്നിട്ടുണ്ട്. കണ്ടേ, തിരളിയപ്പം പുഴുങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. തിരളിയപ്പം കണ്ടോ, വയണയപ്പം. അപ്പോൾ ഈ വയണയപ്പവും ഇതാണ്ടേ കട്ടൻ ചായയും, ഇത് രണ്ടുമാണ് ഇന്ന് അമ്മയുടെ 4 മണിക്കലത്തെ ആഹാരം. അപ്പം എല്ലാവരും 4 മണിക്ക് ചായയൊക്കെ കുടിച്ചോ? അപ്പോൾ അമ്മ വയണയപ്പം കഴിക്കട്ടെ. ഇതാ നല്ല സൂപ്പർ വയണയപ്പം. കണ്ടോ, നല്ല വയണയപ്പം. അപ്പോൾ വയണയപ്പവും കട്ടൻ ചായയും. എല്ലാവരും ചായ കുടിച്ചോ? അമ്മ ചായ കുടിക്കട്ടെ. അപ്പോഴേ മക്കളെ അമ്മ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കത്തിച്ച് ഈ ചൂട് കാരണം അമ്മ വെളിയിൽ വന്നിരിക്കുകയാണ്. കണ്ടോ, നല്ല സമയത്ത് ഇങ്ങനെ ആകാശമൊക്കെ കണ്ടിങ്ങനെ വെളിയിൽ കാറ്റും കൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെയൊക്കെ വന്നിരിക്കാറുണ്ടോ സന്ധ്യയ്ക്ക്?
നല്ല രസമല്ലേ ഇങ്ങനെ സന്ധ്യയ്ക്ക് ഈ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ആകാശമൊക്കെ കണ്ട് ഈ കളറൊക്കെ കണ്ട് ആകാശത്തിലെ കളറൊക്കെ കണ്ടിരിക്കും. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കണക്കിരിക്കണം കേട്ടോ, നല്ല രസമായി. അപ്പോഴേ മക്കളെ അമ്മ രാത്രിത്തെ ചോറ് താണ്ട് നമ്മൾ ഉച്ചത്തെ ചോറ് ചൂടാക്കി ആ ചോറും താണ്ട് ചിക്കൻ പരട്ടും. ഇത് രണ്ടുമാണ് അമ്മയുടെ ഇന്നത്തെ രാത്രിത്തെ ആഹാരം. അപ്പം അമ്മ ആഹാരം കഴിക്കാൻ പോവുകയാണ്. എല്ലാ മക്കളും ആഹാരം കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴേ മക്കളെ അമ്മ രാത്രിത്തെ ആഹാരം കഴിക്കുകയാണ്. ചോറ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ, നമ്മളെ ചിക്കൻ കാന്താരി ചിക്കൻ പെരട്ട്, മാങ്ങ അച്ചാറ്, സാമ്പാർ. അപ്പം അമ്മ ഇത് ചോറ് കഴിക്കുകയാണ്. അമ്മക്ക് ആദ്യം സാമ്പാറും കൂട്ടിച്ച് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാമ്പാറും കൂട്ടി കഴിക്കാനും കൊള്ളാം, നല്ല ടേസ്റ്റ്. തമിഴ്നാട്ടിലെ ചോറ് പോലെ ഇരിക്കുന്നു, നല്ല ടേസ്റ്റ്. നമുക്കിനി ചിക്കൻ കറി കൂട്ടി കഴിക്കാം. ഈ ചിക്കൻ പെരട്ട് നമ്മൾ ചൂടാക്കി എടുത്തേ. എല്ലാ മക്കളും രാത്രി ചോറൊക്കെ കഴിച്ചോ? നല്ല കറിയായിരുന്നു കേട്ടോ. അതും കൂട്ടി അമ്മ അപ്പോഴേ അമ്മയ്ക്ക് അമ്മയുടെ മക്കളെടുത്ത് ഒരുപാട് 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 സന്തോഷമുണ്ട്. അമ്മയെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ മക്കൾക്കും 1000 നന്ദി. കാരണം അമ്മയുടെ വീഡിയോ 100 സബ്സ്ക്രൈബ് ആയിരിക്കുന്നു. അമ്മയുടെ കുഞ്ഞു കൂട്ടിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഇനി ഒരുപാട് ഒരുപാട് മക്കൾ വരട്ടെ. അപ്പം അമ്മയുടെ കുഞ്ഞിക്കൂട് 100 കൂടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കൾക്കും, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ മക്കൾക്കും 1000 നന്ദി. ഇനി അമ്മയുടെ വീഡിയോ എല്ലാ മക്കളും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അമ്മ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാ മക്കൾക്കും ടാറ്റാ.